പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് AKSTU സഹപാഠി അറിവുത്സവം ക്വിസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകൾ നൽകുന്നുണ്ട്. സഹപാഠി അറിവുത്സവത്തിന് വേണ്ടിയിട്ട് നൽകിയ വീഡിയോസൊക്കെ എല്ലാവരും പോയി കാണണം. കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങൾ ജനുവരി മുതലുള്ള കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. കൂടാതെ പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ചും ഭാരതരത്നത്തെക്കുറിച്ചൊക്കെ നൽകിയിട്ടുണ്ട്. എല്ലാവരും പോയി കാണുക, നന്നായി പഠിക്കുക. സഹപാഠി അറിവുത്സവത്തിൻ്റെ പ്രാഥമിക തലം നടക്കുന്നത് ആഗസ്റ്റ് 30 വെള്ളിയാഴ്ച 2:30 ഇതിൻ്റെ സിലബസ് എന്താണെന്നൊക്കെ മക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സൂചനയിൽ നിന്നും വ്യക്തിയെ തിരിച്ചറിയുക. ദക്ഷിണാഫ്രിക്കയുടെ രാഷ്ട്രപിതാവ്. കുടുംബ പേര് മാഡിബ. 1993 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ജനനം 1918 ജൂലൈ 18. മരണം 2013. ഉത്തരം നെൽസൺ മണ്ടേല. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം. 1994 ഇത് പ്രസിദ്ധീകരിച്ചത്. അടുത്ത ചോദ്യം, പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷവസ്തു ഏത്? ഡയോക്സിൻ. റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണിയാണല്ലോ, എന്നാൽ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതാര്? ചാൾസ് ബാബേജ്. ടെലിഫോൺ കണ്ടുപിടിച്ചതാര്? അലക്സാണ്ടർ ഗ്രഹാം ബെൽ. 1876. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹമേത്? ആപ്പിൾ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട രണ്ടാമത്തെ ഭാരതീയ നൃത്തരൂപമേത്? മുടിയേറ്റ്. 2023 യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരമേത്? കോഴിക്കോട്. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏത്? എഡ്യൂസാറ്റ്. സമുദ്ര പഠനങ്ങൾക്കായുള്ള ഇന്ത്യൻ ഉപഗ്രഹം ഏത്? ഓഷ്യൻ സാറ്റ്. 1999 വിക്ഷേപിച്ചത്. ജില്ലയെ തിരിച്ചറിയുക. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല. കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം സ്ഥിതി ചെയ്യുന്നത് ഈ ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ്. ഏതാണ് ജില്ല? കമൻറ്റ് ചെയ്യണേ. മനസ്സിലായില്ലേ? ഇനി നമ്മുടെ ക്വിസ് പ്രോഗ്രാമിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഓരോ ജില്ലകളെക്കുറിച്ച് ഫസ്റ്റ് ടൈം കഴിയുമ്പോഴത്തിന് ഏകദേശമൊക്കെ കഴിയും. ഓരോ ജില്ലകളെക്കുറിച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അടിസ്ഥാന വിവരങ്ങൾ നൽകുക. ഈ ചോദ്യങ്ങളൊക്കെ നൽകുന്നത് സഹപാഠി പേപ്പറിൻ്റെ അടിസ്ഥാനത്തിലും മുൻവർഷത്തെ ചോദ്യപേപ്പറിൻ്റെ അടിസ്ഥാനത്തിലും ഏത് രീതിയിലാണ് ചോദ്യം വരിക അതുപോലെയാണ് നിങ്ങൾക്ക് നൽകുന്നത്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമേത്? സിംഹവാലൻ കുരങ്ങുകൾ. വെടിപ്ലാവുകളുടെ സാന്നിധ്യം കൊണ്ടാണ് സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ കാണപ്പെടുന്നത്. സൈലന്റ് വാലിയിലെ വനങ്ങളെ സൈലൻട്രി വനം എന്നറിയപ്പെടുന്നു. ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് സൈലന്റ് വാലി എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരനാര്? MT വാസുദേവൻ നായർ. ബധിരവിലാപം കവിയുടെ കേൾവിക്കുറവ് കൊണ്ട് എഴുതിയ കവിതയാണ്. ആരാണ് ഈ കവിത എഴുതിയത്? വള്ളത്തോൾ. ജയ ജയ കോമള കേരള ധരണി ജയ ജയ മാമക പൂജിത ജനനി തുടങ്ങുന്ന ഗാനത്തിൻ്റെ പേരെന്ത്? കേരള ഗാനം. ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര? 8998. വ്യത്യാസം എന്ന് ചോദിച്ചാൽ അത് കുറക്കുക ചെയ്യേണ്ടത്. ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏതാണ്? 9999. ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ 1000 ആണ്. മാത്സൊക്കെ വന്നാൽ ചെയ്ത് നോക്കണം, എന്നാലേ ആൻസർ ശരിയാണോ എന്ന് അറിയുള്ളൂ. വോട്ട് ചെയ്യാൻ നിന്ന വരിയിൽ മുന്നിൽ നിന്നും 10ാമനായിരുന്നു അഖിൽ. പിന്നിൽ നിന്ന് നോക്കിയപ്പോൾ അവൻ 11ാമനും. എങ്കിൽ അഖിലിനെ കൂടാതെ ആ വരിയിൽ എത്ര പേരാണ് നിൽക്കുന്നത്? 19 ആൻസർ. മുന്നിൽ നിന്ന് 10, പിന്നിൽ നിന്ന് 11, രണ്ടും കൂട്ടിയിട്ട് 21. അപ്പോൾ 2 പ്രാവശ്യം അഖിലിനെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 21 കുറക്കണം 1. ഒരു അഖിലുള്ളല്ലോ. അപ്പോൾ അങ്ങനെ മൊത്തം 20 കുട്ടികളാണുള്ളത്. ചോദ്യം തന്നിട്ടുള്ളത് അഖിലിനെ കൂടാതെ എത്ര പേർന്നാണ്. മൊത്തത്തിൽ 20 കുട്ടികളാണുള്ളത്. അതിൽ നിന്ന് അഖിലിനെ കുറക്കുക. അപ്പോൾ 19 പേര്. മനസ്സിലായില്ലേ? ഇനി ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷം LSS USS ക്ലാസ്സുകളിലൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരാം. നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും
5-7 ക്ലാസ്സുകളിലെ സയൻസ്, സോഷ്യൽ, ഹിന്ദി എന്നീ വിഷയങ്ങൾക്ക് നൽകുന്നുണ്ട്. കൂടാതെ ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷം LSS, USS ക്ലാസ്സുകളൊക്കെ നൽകുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. മക്കളെ, എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യണേ. Please like and subscribe.